ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഞാൻ ഇന്നൊരു മാങ്ങാ പച്ചടി ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് ഓർത്ത് എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ വാ കേട്ടോ. അപ്പം മാങ്ങാ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാർക്കും കാണിച്ചു തരണ്ടേ? അപ്പം എൻ്റെ കൂടെ വാ. അപ്പം അതിന് വേണ്ട സാധനം മാങ്ങ അരിഞ്ഞെടുത്തത് കേട്ടോ, പിന്നെ പച്ചമുളക് കാന്താരി ഇല്ലാത്തതുകൊണ്ട്, പിന്നെ ചെറിയുള്ളി, പിന്നെ തൈര്, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ മെയിൻ താരങ്ങൾ തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നതാണ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കടുക്, പിന്നെ കടുക് പൊട്ടിക്കാൻ നേരത്ത് പത്തലമുളക്. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ജാറിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളക് ഇടുക, ബുള്ളറ്റ് മുളക് ഇടുക. പച്ചമുളക് എന്ന് പറയുമ്പോൾ ഒരു ഇത് പോയി. ബുള്ളറ്റ് മുളക് ഇടുക, ചെറിയുള്ളി ഇടുക, ഒരു രണ്ട് അല്ലി കരിവേപ്പില ഇടുക. ഇനി കുറച്ച് തൈര്, കട്ടത്തൈര്, കുറച്ച് തേങ്ങ. അപ്പോൾ 3 പേർക്ക് പോരെ, 3 പേർക്കുള്ള ഇത് അപ്പോൾ കുറച്ച് മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഞാൻ അരച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് പോലെ മാങ്ങയും കൂടി ഇടുക കേട്ടോ. മാങ്ങയിട്ട് നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. പച്ചടി എന്ന് പറയുമ്പോൾ കടുകാണല്ലോ, പച്ചടിയല്ലേ, അപ്പോൾ പച്ചക്കടുക്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഈ പറഞ്ഞ എൻ്റെ വർത്തമാനം ഓവറാവുന്നുണ്ടോ, കൊള്ളൂല്ലേ, എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. ഞാനിങ്ങനെയൊക്കെ കേട്ടോ സംസാരിക്കുന്നത്. അവർക്കും ഈ പെണ്ണെന്നെ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊന്നും പറയല്ലോ കേട്ടോ. ഞാനിങ്ങനെയൊക്കെ കലകലാന്നൊക്കെ പറയുന്ന കേട്ടോ. അപ്പം ഇത് അരച്ചിട്ട് വന്നിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അരച്ചുകൊണ്ട് വെച്ചത് ഇത് അരച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് സെറ്റാക്കണ്ടേ. ആദ്യം ഉണ്ടായിരുന്ന ആ തൈരും കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. ആദ്യം അതൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച മാങ്ങാപ്പച്ചടി ഇതിലേക്ക് ഒഴിക്കണം. കുറച്ച് ഉപ്പിട്ടു കേട്ടോ. പാത്രം വെച്ച് എണ്ണ ഒഴിക്കാമേ. എണ്ണ ഒഴിച്ച് കടുകിട്ട് 2 പത്തലമുളക് കേട്ടോ എടുത്തിട്ടുണ്ട്. അത് മുറിച്ചിട്ടേക്കാം. കുറച്ച് കരിവേപ്പില, ഒഴിക്കുവാണേ. മാങ്ങാപ്പച്ചടി കേട്ടോ. അപ്പം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണ്ടേ. വെച്ചിട്ട് നല്ല സൂപ്പറാട്ടോ. പുളിയും എരിവും, മറ്റേ ബുള്ളറ്റ് മുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ ആ എരിവും പുളിയും തൈരിൻ്റെ പുളിയും മാങ്ങേൻ്റെ പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ സൂപ്പറായി. എൻ്റെ വായിൽ വെള്ളം ഊറുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ സൂപ്പറായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ചുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയുക. ചേട്ടന്മാരാണെങ്കിൽ ചേച്ചിമാർക്ക് ഓരോ മാങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത് ഇങ്ങനെയൊന്ന് വെച്ച് തരാൻ പറയണം കേട്ടോ. അപ്പോൾ ചേച്ചിമാർ നല്ല സന്തോഷത്തോടെ വെക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ഇതല്ലേ. അതേപോലെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ സ്നേഹത്തോടെ എല്ലാ വിഭവവും ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ഇനിയും വരാം. ടാറ്റാ. അതിൻ്റെ ഇടയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ടാറ്റാ.